എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതീനാ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീനാ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ പാടി ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ പാടി ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ മാറി ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും തള്ളിക്കളയാതെ പാടി ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതീനാ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീനാ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ
തുമ്പമൊന്നും വീശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വായിക്കും. കണ്ണിത്തളയാതെ ബാധിച്ചേക്കും സ്നേഹമാകും യേശുവേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജന്മന പാപിയും ജന്മന നീതിമാനും എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കൊടുപ്പുറപ്പുകളെ ജഡീക ജനനം കൊണ്ട് ഈ ഭൂമിയിൽ പ്രവേശിക്കുവാനും ജീവിക്കുവാനും കഴിയുമെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ ജീവിക്കുവാനോ ആർക്കും കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും ജീവിക്കുവാനും ഒരു ജനനം ആവശ്യമാണെന്നും അത് നേടണമെന്നും കർത്താവായ യേശു ക്രിസ്തു ശക്തവും വ്യക്തവുമായി പഠിപ്പിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രജയാകാൻ ഒരു ആത്മീക ജനനമാണ് ആവശ്യമായിരിക്കുന്നത്. ഒന്നാം ജനനം അമ്മയുടെ ഉദരത്തിൽ നിന്നാണെങ്കിൽ രണ്ടാം ജനനം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നും വേർപെട്ടവരായിട്ടാണ് ഏതു മനുഷ്യനും ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴ്ത്തപ്പെടുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രിയരെ, ജനനത്താൽ തന്നെ ആത്മീയ മരണം സംഭവിച്ചവരായിട്ടാണ് ജഡികമായ ജനനം നടന്നത്. അപ്രകാരം ജനിച്ചവന് ആത്മീയ ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ആത്മീയ ജനനം അഥവാ വീണ്ടും ജനനം. പാപം ചെയ്തപ്പോൾ ആദിമ മാതാപിതാക്കൾ ഏദനിൽ വെച്ച് ആത്മീയമായി മരിച്ചിരുന്നു. ശാരീരിക മരണം ഉടൻ സംഭവിച്ചില്ലെങ്കിലും അവരുടെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നും വേർപെട്ട് സാത്താന്റെ അധീനതയിലായി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ തന്നെ വെളിപ്പെടുത്തുന്നത് നാം ശ്രദ്ധയോടെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. തുടർന്ന് ജനിച്ചു വീഴ്ത്തപ്പെട്ട ആദാമ്യ സന്തതികളെല്ലാം പാപ സ്വഭാവത്തിന് അവകാശികളായി. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. എന്നാൽ നീതിമാനായ, സ്നേഹവാനായ, കാരുണ്യവാനായ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ഉദ്ദേശത്താൽ ജഡീക ജനനത്താൽ ലോകത്തിൽ പിറക്കുന്ന ഒരു മനുഷ്യൻ തന്നെ കണക്ക് കൊടുക്കേണ്ട പ്രായമാകുന്നത് വരെ ആരുടെ മേലും ആ പാപം ചുമത്തപ്പെടുന്നില്ല. മനഃപൂർവമായി ദൈവിക നിയമങ്ങൾ ലംഘിക്കുവാൻ ഒരു മനുഷ്യ സന്തതിക്ക് പ്രായമാകുന്നത് വരെ, ആ വ്യക്തിക്ക് തിരിച്ചറിവാകുന്നത് വരെ അവൻ്റെ മേൽ അത് കണക്കിടുന്നില്ല. റോമാലേഖനത്തിൽ വായിക്കുന്നത്, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്തു ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. പ്രിയരെ, തിരിച്ചറിയുവാൻ പ്രായമാകുന്നതുവരെ അവൻ്റെ മേൽ പാപം ചുമത്തപ്പെടുന്നില്ല. പലരിലും ഈ പ്രായപരിധി വ്യത്യസ്തമായിരിക്കും. ഒരുവൻ പാപത്തെ പാപമാണെന്ന തിരിച്ചറിവുള്ളവനാകുമ്പോൾ അവൻ വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് ഒരു മനുഷ്യന് സ്വാഭാവിക ജനനം മാത്രം പോരാ, ഒരു ആത്മീയ ജനനവും അത്യാവശ്യമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. രക്ഷിക്കപ്പെട്ടവൻ വചനത്താൽ വളരണം. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ
ആ രക്ഷിക്കപ്പെട്ട നാളിൽ എന്ന പോലെ തന്നെ കഴിയുവാൻ ആഗ്രഹിക്കരുത്. അവൻ വചനമെന്ന പാൽ കുടിച്ച് ജീവനിലേക്ക് വളർച്ച നേടണം. യേശുക്രിസ്തു നിക്കോദിമോസിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. പ്രിയരെ, നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:24 വാക്യത്തിൽ ഇത് വ്യക്തമാക്കുന്നു. രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനിൽ നിന്ന് തൻ്റെ ജന്മന ഉണ്ടായിരുന്ന പാപത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയും അതിനു പകരമായി നീതിപൂർവമായ ഒരു സ്വഭാവം ഉളവാക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അവൻ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുന്നു. തുടർന്ന് വീണ്ടും ജനനത്തിൻ്റെ ആ ജീവനിലൂടെ അവൻ തൻ്റെ ദൈനംദിന പാപങ്ങളിൽ നിന്ന്, പാപസ്വഭാവങ്ങളിൽ നിന്ന്, പാപചിന്തകളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. ഇത് വീണ്ടും ജനന പ്രക്രിയയിൽ കൂടി ഒരുവനിൽ നടക്കണം. വചനത്താൽ ഓരോ ദിവസവും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് വീണ്ടും ജനനാനുഭവത്തിൻ്റെ ഫലമാണ്. ആകയാൽ കൂടപ്പിറപ്പുകളെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നവർ തങ്ങൾ ജീവനിൽ നിലനിൽക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക. വീണ്ടും ജനനാനുഭവം പ്രാപിക്കുന്നതിൽ അലസരായി കഴിയരുത്. രക്ഷിക്കപ്പെട്ടവൻ ആത്മിക വളർച്ചയിലേക്ക് പ്രവേശിക്കപ്പെടണം. നിങ്ങളുടെ ആത്മിക നിലവാരം എങ്ങനെയുള്ളത് എന്ന് ഇന്ന് പകലിലും പരിശോധിച്ചറിയുക. കൈവിടപ്പെട്ടു പോകുന്നവരുടെ ഗണത്തിൽ ആയി പോകാതെ ഉണർന്ന് ജാഗരിച്ചുകൊള്ളുക, ഉണർന്ന് പ്രവർത്തിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവ് വേഗം വരും. അവൻ്റെ വരവിൽ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം നടക്കേണ്ടതിന് വേണ്ടി വീണ്ടും ജനനാനുഭവത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെ ഉളവാക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ ഇന്ന് പകലിലും കേട്ട് ബലപ്പെടുവാൻ, സന്തോഷിക്കുവാൻ, ആ വചനം ധ്യാനിക്കാൻ, വചനത്തിൻ്റെ സത്യം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുമേൽ കർത്താവിൻ്റെ കൃപ ഏറിയ അളവിൽ ഇന്ന് പകലിലും പകർന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നീതിമാന്മാരുടെ ഭാഗ്യപദവിയിൽ തന്നെ നിലകൊള്ളാൻ, നിത്യജീവനിൽ തന്നെ ഞങ്ങൾ വാഴുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരായി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായി തന്നെ നിലകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുവാൻ അമിതമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകലിലും ചില മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് നൽകി തരണം. പ്രാർത്ഥന കേട്ട മുൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
ഉള്ളക്കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിച്ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളക്കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിച്ചേർക്കും സ്നേഹമാകും യേശുവേ. വൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിക്കുരുക്കാതിൽ വീണതില്ല. വൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിക്കുരുക്കാതിൽ വീണതില്ല. കണ്ണിൽ കണ്ണേ നോക്കിയതിനാ തുമ്പമൊന്നും വീശില്ല. കണ്ണിൽ കണ്ണേ നോക്കിയതിനാ തുമ്പമൊന്നും